ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അശ്രീസ് വ്ളോഗ്. അപ്പോൾ ദേ എ സിയുടെ സർവീസിനുള്ള ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ ബിസ്മിക്ക് നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ തിങ്കളാഴ്ച വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിങ്കളാഴ്ച തന്നെ ആൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി ഇന്നത്തെ ഇപ്പോൾ സർവീസിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു മാസത്തിന് ശേഷം നമ്മൾ ബിസ്മിന്ന് സർവീസർ അയച്ചിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളിപ്പോൾ 2 ദിവസം മുന്നേ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതല്ലാണ്ട് ഒരു മാസമായിപ്പോൾ അവരെ പിന്നാലെ നടക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെ അവിടെ പോയി കണ്ട് സംസാരിച്ചപ്പോൾ അവർ 2 ദിവസം കൊണ്ട് തന്നെ ആളെ വിട്ട്. ആൾ മൺഡേ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൺഡേ തന്നെ ഒരാളയച്ച് സെറ്റാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ സർവീസർ ഇപ്പോൾ വന്നിട്ടുണ്ട്. സർവീസർ വന്ന ഉടനെ തന്നെ വർക്കിലേക്കും കാര്യങ്ങളൊക്കെ കയറി ആൾ അടിപൊളിയായിരുന്നു. നമുക്ക് വേണ്ട കുറേ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഞങ്ങൾ വേനൽക്കാലത്ത് എ സി ഓണാക്കിയിട്ട് പിന്നെ മഴക്കാലമായപ്പോൾ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പിന്നെ ഉപയോഗിച്ചിട്ടേ ഇല്ല, യൂസ് ചെയ്യുന്നില്ല. അതെ. അപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഫുള്ളായിട്ട് ഓഫാക്കി ഇടാൻ പാടില്ല, ഇടയ്ക്കൊന്ന് ഓണാക്കി ഇടണം, അല്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് വരും എന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ നമുക്ക് കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ 3 സർവീസ് ടോട്ടൽ 3 സർവീസ് ചെയ്തിരും. ഒരു വർഷത്തിൽ 2 സർവീസ് ഫ്രീ സർവീസ്. 6 മാസം കഴിയുമ്പോൾ ഇതേപോലെ തന്നെ അടുത്ത സർവീസ് ഷോപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്യുക. അപ്പോൾ ഒരു സർവീസർ അയക്കും. അങ്ങനെ പറഞ്ഞു. നമ്മ ഓൾറെഡി സെയിൽസ്മാൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇനി ആ നമ്പറിൽ വിളിക്കേണ്ട, ഓഫീസ് നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് വിളിച്ചാൽ മതി. അപ്പൊ അവര് വരുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞിരിക്കണത്. ഇപ്പോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഒരു പേഴ്സണ് ഞങ്ങക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞൊക്കെ തന്നു. പിന്നെ സർവീസർ ഇപ്പം ഇങ്ങനെ ഓരോന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയായിട്ട് തന്നെ പുള്ളി ഓരോന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓരോന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യണം, അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഇവരെ സർവീസ് കഴിഞ്ഞാലും നമുക്ക് ഇനി ചെയ്യാം. അപ്പം അതിനുള്ളതൊക്കെ ഇങ്ങനെ നമുക്ക് കാണിച്ചൊക്കെ തന്ന്. പിന്നെ മറ്റേ ആ ലൈറ്റിൻ്റെത് അവര് അതന്നെ ആ ലൈറ്റിൻ്റെത് അവര് ഈ വയറിപ്പോൾ അവരെടുക്കുന്നില്ല. ഈ ഇതാണ് അന്ന് വാഷ്റൂമിൻ്റെ ഇത് പോയി എന്ന് പറഞ്ഞില്ല, ലൈറ്റ് പോയി എന്ന് പറയില്ല. അത് ഈ വയറിൻ്റെ കണക്ഷൻ അവിടെ കൊടുക്കണമായിരുന്നു. അത് അവരൊന്ന് കൊടുക്കാണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും ഇങ്ങനെ പിരിച്ചു വെച്ചായിരുന്നു, ടാപ്പ് അടിച്ച് വെച്ചാണ്. അത് 3 വയറുണ്ട്. ആ 3 വയറും അവർ ഓരോ ടാപ്പായിട്ട് അങ്ങനെ വെച്ചത്ര ടാപ്പ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ഇനി ഇവര് പറഞ്ഞത് അത് ഇലക്ട്രീഷ്യന്റെ പ്രശ്നമാണെന്നാ പറഞ്ഞത്. ഇലക്ട്രീഷ്യന് അത് ഇലക്ട്രീഷ്യന്റെ പ്രശ്നം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മളപ്പോ തന്നെ ഇലക്ട്രീഷ്യനെ വിളിച്ചിട്ടുണ്ടായി. ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇലക്ട്രീഷ്യൻ പറഞ്ഞത് ഈ എസിന്റെ അന്നത്തെ ഇവരുടെ പ്രശ്നം കൊണ്ടാണ് അത് അങ്ങനെ ആയത് എന്നുള്ളത് അയാള് വന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പൊ ഇങ്ങനെ റഷീദാക്ക വന്നിട്ടോ. റഷീദാക്ക വന്നിട്ട് ഇപ്പൊ സർവീസറോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം കറക്റ്റ് മനസ്സിലായിരുന്നു. അപ്പൊ ഇവര് പറഞ്ഞ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു എസിയുടെ സർവീസർ. റഷീദാക്ക അതല്ല, ഈ അത് ഊരിയിട്ട് ആ 3 വയറില്ലേ അത് എടുക്കുന്ന പറഞ്ഞു. അപ്പൊ അയാള് 3 വയർ എടുത്ത് എന്നിട്ട് അപ്പോൾ റഷീദാക്ക വെച്ചത് 3 ടാപ്പ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചു. ആ 3 ടാപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റഷീദാക്കാരന് 3 ടാപ്പ് ചെയ്യലില്ല വേണ്ട. അതിൽ 2 കണക്ഷൻ ഉണ്ട്, ബ്ലാക്ക് വയർ. അത് 2 ഒരുമിച്ച് കൂട്ടി പിരിച്ചിട്ട് 2 കൂടിയും കണക്ട് ചെയ്ത് വെക്കണം, എന്നാലാണ് അങ്ങോട്ടുള്ള കണക്ഷൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത്. ഇവർ സെപ്പറേറ്റ് ആണെന്ന് എ സിയുടെ വർക്ക് കഴിഞ്ഞിട്ട് ആ ബൾബിൻ്റെ ഇത് മാറ്റിയിട്ടുണ്ടായിരുന്നു, ലൈറ്റിൻ്റെ. അത് അവിടുന്ന് 3 കൂടിയും ഒരുമിച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതായിരുന്നു പ്രശ്നം. അപ്പോൾ അതിനൊരു തീരുമാനമായി. അപ്പം ഇനി റഷീദാക്ക വാഷ്റൂമിൻ്റെ അവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കാര്യത്തിലും കൂടി നമുക്കൊന്ന് തീരുമാനമായി. അതെ, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ സർവീസ് ഏകദേശം ഇവിടെ റൂമിലത്തെ സർവീസ് ഏകദേശം കഴിയാനായി. റഷീദാക്കാൻ്റെ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എ സിയുടെ വർക്കിൻ്റെ ഫാനിൻ്റെ ആ ഭാഗത്തുനിന്ന് പോയി നോക്കണം എന്ന് പറയുന്നുണ്ട്. ബാക്ക് സൈഡിലാണ് ഫാനുള്ളത്. അപ്പോൾ അവിടെ പോയിട്ട് അതിലെന്തെങ്കിലും ഗ്യാസിൻ്റെ ഇത് ചെക്ക് ചെയ്യാണ്ടെന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കാണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൊടികള് കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാനുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതെ. അപ്പോൾ നമ്മൾ താഴേക്ക് എത്തിട്ടാ. താഴെ എത്തി അയാൾ മുകളിലോട്ട് ഇങ്ങനെ കയറി സാധനങ്ങളൊക്കെ ഓരോന്നിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസിൻ്റെ കാര്യം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണ് ഇപ്പോൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എച്ചിനവിടെ വായും തുറന്നിരിക്കുന്നുണ്ട്. അപ്പൊ ഫാനൊക്കെ റെഡിയാക്കാം. ഫാനിന്റെ അവിടെ നിന്നൊക്കെ പൊടിയൊക്കെ വരണെച്ചാ നല്ല പൊടിയൊക്കെ ഉണ്ട് കേട്ടോ. പൊട്ടിണ്ടാവും. ചെക്കൻ അടിപൊളിയാട്ടോ. ചെക്കന് ഇതേ ഒരു മഴയത്തും കാര്യങ്ങളിലും ഒന്നൊരു മടിയില്ലാണ്ട് അവന്റെ വർക്ക് അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആള് സെറ്റാണ്. അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തിട്ടും എല്ലാം സെറ്റാണ്. മാഷാ അല്ലാഹ്. അപ്പോൾ
അവരുടെ വർക്കും കാര്യങ്ങളും രണ്ടുപേരുടെയും കഴിഞ്ഞ്. ഇപ്പോൾ വാഷ്റൂമിൽ ലൈറ്റും കത്തി, ഇവിടുത്തെ AC സർവീസും കഴിഞ്ഞ്. എല്ലാം കൊണ്ട് അൽഹംദുലില്ലാ റാഹത്തായി സെറ്റാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോ ഒക്കെ ആയി വെയിറ്റ് ചെയ്തിരിക്കുക. അതെ, ഇനിയും വരും. അതെ. അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ. ബൈ.